അല്ല സാറേ, നമ്മുടെ സൈലത്തിലെ കുറെ കുട്ടികൾ ചോദിക്കുന്നുണ്ട് ഈ സാറ്റ് എക്സാം എന്താണ്. ഓൾറെഡി കുറെ കുട്ടികൾ എഴുതി, ഇപ്പൊ കുറെ കുട്ടികൾക്ക് അറിയില്ല ഇത് എന്താ സംഭവം. ഇനി അങ്ങനെ അവർക്ക് സാറ്റ് എക്സാം എഴുതാനുള്ള സമയമുണ്ടോ? എന്താണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം? സാറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഓൾറെഡി ഒരെണ്ണം കഴിഞ്ഞു കേട്ടോ. ഈ സാറ്റ് എക്സാം എന്ന് പറയുന്നത് നമുക്ക് സൈലത്തിന്റെ പ്രീമിയം കോഴ്സസ് ആണല്ലോ, നമ്മുടെ റിപ്പീറ്റർ ബാച്ച് ഒന്നും അതുപോലെ നമ്മുടെ ക്രാഷ് കോഴ്സ് എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ഫ്രീ ആയിട്ട് പഠിക്കാൻ ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാല് ഗംഭീരമല്ലേ? ഉറപ്പല്ലേ? അങ്ങനെ ഒരു കിടിലം അവസരമാണ് നമ്മൾ കുട്ടികൾക്ക് ഈ സാറ്റ് എക്സാമിലൂടെ കൊടുക്കുന്നത്. അപ്പൊ ഈ എക്സാം നമുക്ക് ക്രാക്ക് ചെയ്തതാണെങ്കിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അതിൽ ഏറ്റവും അല്ലെങ്കിൽ ഏറ്റവും നമ്മള് സ്കോളർഷിപ്പ് ആണ്, ഒരു സ്കോളർഷിപ്പ് ആണ് അവർക്ക്. അപ്പോൾ അതും ഫ്രീ ആയിട്ട് പഠിക്കാൻ, അതായത് നമ്മുടെ സൈലത്തിന്റെ കോഴ്സസ് ഫ്രീ ആയിട്ട് പഠിക്കാൻ, ഒരു രൂപ പോലും കൊടുക്കാം. യെസ്, കംപ്ലീറ്റ് ആയിട്ട്. അതിന് അവർ ചെയ്യേണ്ട ഒറ്റ കാര്യം ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ അവർക്ക് കിട്ടാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സാറിന് കാണിച്ചത്, എന്താ നോക്കിയോ? ഒന്നാണെങ്കിൽ ഇത്രയും കോഴ്സസ്, അതായത് നീറ്റ്, JEE, റിപ്പീറ്റർ, അത് ഓൺലൈനും ഓഫ്ലൈനും അവർക്കുണ്ട്. അതുപോലെ തന്നെ ക്രാഷ് കോഴ്സും അവർക്ക് ഓൺലൈനും ഓഫ്ലൈനും അവർക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നത്. ക്രാഷ് കോഴ്സ് വരുന്നത് ഈ വർഷത്തെ ക്രാഷ് കോഴ്സും അത് കഴിഞ്ഞിട്ട് 2027 റിപ്പീറ്റർ കോഴ്സസ് ഫ്രീ ആയിട്ട് അവർക്ക്. അപ്പോ ശരിക്കും ഒരു ജാക്ക്പോട്ടാണ്, നമ്മൾ ഡബിൾ ധമാക്ക എന്നൊക്കെ പറയില്ല. അതുപോലെ രണ്ട് കാര്യങ്ങൾ അവർക്ക് കിട്ടാൻ പോകുന്നത് ഈ സാറ്റ് എക്സാമിലൂടെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അടുത്ത ചോദ്യം എന്തായിരിക്കും, എന്താണ് ഈ എക്സാം നടക്കുന്നത്? അപ്പോൾ മക്കളെ, ഈ എക്സാം നടക്കാൻ പോകുന്നത് 28-ാം തീയതി, അതായത് ഫെബ്രുവരി 28-ന് രാവിലെ 10 മണിക്കാണ് ഈ എക്സാം. അപ്പൊ സെന്റേഴ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തില് ഒരുപാട് സെന്റേഴ്സ് ഉണ്ട്. അപ്പൊ ഉടനീളം സെന്റേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് സെന്റേഴ്സിന്റെ ലിസ്റ്റ് മിക്കവാറും വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയിച്ചു തരുന്നതായിരിക്കും. എങ്ങനെ രജിസ്റ്റർ ചെയ്യും? അപ്പൊ അതിന് എന്താ ചെയ്യേണ്ടത്? ഒറ്റ കാര്യം, QR കോഡ്. അതെ, QR കോഡ് സ്കാൻ ചെയ്യുക, നിങ്ങളുടെ രജിസ്ട്രേഷൻ ഉറപ്പാക്കുക. ഒരിക്കലും മിസ് ചെയ്യരുത്, കാരണം ഓപ്പർച്യൂണിറ്റീസ് വീണ്ടും വീണ്ടും വരാറില്ല. അപ്പൊ വരുന്ന ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യുക? ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി എന്നാണ് പറയുന്നത്. സോ ഇതിനെ നിങ്ങൾ അങ്ങോട്ട് പിടിച്ചെടുക്കുക. ഓക്കെ, സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ ഡേറ്റ് ഫെബ്രുവരി 28. നമുക്ക് ടൈം എപ്പോഴാണ് വരുന്നത്? രാവിലെ 10 മണിക്ക്. ഓക്കെ, അപ്പൊ അടുത്ത സാറ്റ് എക്സാം നിങ്ങളായിരിക്കും ക്ലിയർ ചെയ്യുന്നത്. ഓൾ ദി വെരി ബെസ്റ്റ്.